ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് സെയ്തലവി. ഞാനിവിടെ യൂണിറ്റി കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള FYUGP പ്രോഗ്രാമിന്റെ ഫസ്റ്റ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഈ മൈനർ കോഴ്സിന്റെ പേരെന്ന് പറയുന്നത് റെഫേഴ്സ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അതായത് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകാനുണ്ടായ സാഹചര്യം, അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അത് നമുക്ക് തരുന്ന അവകാശങ്ങൾ, അത് ഗവൺമെന്റിന്റെ മുന്നിൽ വെക്കുന്ന നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഓരോ പൗരനും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഭരണഘടന എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് രാജ്യമായിട്ട് നിലനിൽക്കാനും ഒരു ജനാധിപത്യ രാജ്യമായിട്ട് അഭിമാനത്തോടെ നിലനിൽക്കാൻ സാധിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ളതാണ്. ഭരണഘടന പഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഈ ഒരു കോഴ്സ് പ്രധാനമായിട്ട് 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഭരണഘടന എന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുകയും അത് ചില പ്രക്രിയയിലൂടെ കടന്നുപോയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പ്രക്രിയയിൽ പെട്ടതാണ് അതിൽ നടന്നിട്ടുള്ള ചർച്ചകളും മറ്റുമെല്ലാം. അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും അംഗീകരിക്കാവുന്ന തരത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കും എന്നുള്ളതാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ നേച്ചർ എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ സമ്മറൈസ് ചെയ്ത് വളരെ ഷോർട്ടായിട്ട് പറയുന്നതാണ് നമ്മുടെ ഭരണഘടന ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് നമുക്ക് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നമ്മൾ ഭരണഘടന നമുക്ക് തരുന്നതാണ്. അത് ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം അവകാശങ്ങളെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കാര്യങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കുന്നതാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഭരണഘടന ഗവൺമെന്റിന്റെ മുന്നിൽ വെക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന്. അത് നമ്മുടെ രാജ്യത്ത് ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ മൊഡ്യൂളിൽ ഭരണഘടനയുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഭരണഘടന എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കും. ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സുപ്രീം ഡോക്യുമെന്റ് ആണ്. അതിൽ മാറ്റം വരുത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക പ്രൊസീജിയറിലൂടെ കടന്നുപോയാൽ മാത്രമേ പാർലമെന്റിന് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും എമർജൻസി പ്രൊവിഷൻസ് എന്തൊക്കെയാണ്. നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ അവകാശങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്നും ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നതിലൂടെ അനീതി കണ്ടാൽ പ്രതികരിക്കാനും നമ്മുടെ
ഈ സാമ്പത്തിക കാര്യങ്ങളിലായിക്കോട്ടെ, സാമൂഹിക കാര്യങ്ങളിലായിക്കോട്ടെ, രാഷ്ട്രീയ കാര്യങ്ങളിലായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യും.